ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു. ആ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുക്ക് പറഞ്ഞാൽ പോരേനു ഉണ്ടാകുമെന്ന് ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ? പക്ഷെ എന്ത് ചെയ്യും, അള്ളാഹു അത് പറഞ്ഞില്ല. അതിനൊരു കാരണമുണ്ട്. എന്താ പറയുക, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് അതിൽ. എന്താണെന്ന് വെച്ചാൽ, വലിയ കാര്യങ്ങൾക്കൊക്കെ സമയം ആവശ്യമാണ്. ആ സമയം ആവശ്യമുള്ള ഒരിത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് പടച്ചോൻ ആ ആയത്ത് അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ അറിയോ, ഒരു വിത്തിട്ടാൽ അത് പെട്ടെന്ന് വളർന്നൊരു വൃക്ഷമാണില്ല. അതേപോലെ ഒരു മുട്ട ഒരു ദിവസം കൊണ്ട് വിരിഞ്ഞ് അത് കോഴിക്കുഞ്ഞായിട്ട് വരുന്നില്ല. അതേപോലെ കടലിലുള്ള നീരാവി ഒരൊറ്റ ദിവസം കൊണ്ട് മഴയായിട്ട് പെയ്യണില്ല. അതിനൊക്കെ അതിൻ്റെതായ സമയമില്ലേ? അതേപോലെ തന്നെയല്ലേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ, വലിയ ആഗ്രഹങ്ങൾ നിറവേറ്റി തരാത്തത് അള്ളാഹ് നമ്മളെ മറന്നിട്ടാണെന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ അള്ളാഹ് നമ്മളെ അവഗണിച്ചിട്ടാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു സത്യതല്ല. അള്ളാഹ് ആ വലിയൊരു സമയത്തിനായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ചില്ലിൻ്റെ മുകളിൽ ഇരുമ്പ് വെച്ചാൽ അത് പൊട്ടിപ്പോണില്ലേ? എന്താ അത് പൊട്ടിപ്പോണത്? ആ ഇരുമ്പിന് താങ്ങാനുള്ള കഴിവ് ആ ഗ്ലാസ്സിനില്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെയല്ലേ നമ്മളാ ഗ്ലാസ്സാണ് പടച്ചോൻ തരുന്നത്, ഹെവി ആയിട്ടുള്ളൊരു പർപ്പസാണ്. അപ്പം നമ്മളും ഇരുമ്പ് പോലെ പാകമായി ആ തരുന്നതിനെ താങ്ങാൻ നമ്മൾ വളരണ്ടേ? ആ വളർത്തണ സമയമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സമയം എന്ന് പറയുന്നത്, അല്ലേ?